ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള മനോഭാവം എന്താണ് എന്നുള്ളത് നോക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർ മാത്രം ഇത് കാണുക. ജനറൽ റീഡിംഗ് ആണ്, സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള മനോഭാവം എന്ത്? നിങ്ങളുടെ പേഴ്സന്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. ഫൈവ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, ടെമ്പറൻസ് വന്നിട്ടുണ്ട്, എയ്റ്റ് ഓഫ് വാൻഡ്സ്, സിക്സ് ഓഫ് പെൻഡക്കിൾ, seven of wands, the moon card, ace of wands, high priestess. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഫോർ ഓഫ് കപ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ ഫൈവ് ഓഫ് വൺസ് എന്നുള്ള കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പോൾ ഒരു ഫൈറ്റിംഗ് എനർജിയിലായിരിക്കാം. അതായത് തുടക്കം അവർ പോയിട്ടുള്ള ഒരു ചേർച്ചയിലായിരിക്കില്ല ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ. അവർ തമ്മിൽ നല്ലൊരു ഫൈറ്റിംഗ് ആണ് ഇവിടെ കാണുന്നത്. അതിന് കാരണമായിട്ട് ഇവിടെ തൊട്ടടുത്ത് ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട്. വളരെയധികം സ്നേഹം തോന്നിയിട്ട് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ നിങ്ങളുടെ സ്നേഹം വേണ്ട എന്ന് വെച്ചിട്ട് തേർഡ് പാർട്ടിയുടെ കൂടെ പോയ ഒരാളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ആ ഒരു സ്നേഹം തേർഡ് പാർട്ടി അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു നിങ്ങളുടെ വ്യക്തിക്ക് അന്ന് കൊടുത്തിട്ടുള്ള ഒരു സ്നേഹം ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അതായത് തുടക്കം കണ്ടിട്ടുള്ള ഒരു ഫേസ് അല്ല ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ നിങ്ങളുടെ പേഴ്സൺ കാണുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഫൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞു പോകുന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സഡൻ ആയിട്ട് തന്നെയാണ് അവരത് അറിഞ്ഞിട്ടുള്ളത്. അതായത് തുടക്ക സമയത്ത് നിങ്ങളുടെ സ്നേഹത്തെക്കാൾ ബെറ്റർ തേർഡ് പാർട്ടിയുടെ സ്നേഹമാണെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുകയും അങ്ങോട്ട് പോയ സമയത്ത് കുറച്ചൊരു ദിവസം കഴിയുമ്പോൾ തന്നെ സഡൻ ആയിട്ട് തന്നെ അവർക്ക് അവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ കാണാൻ സാധിക്കുകയും ചെയ്തു. അത് അവർക്ക് അക്സെപ്റ്റബിൾ അല്ല നിങ്ങളുടെ പേഴ്സണ്. ഓക്കെ, ഇതിനു മുൻപ് നിങ്ങളുടെ തേർഡ് പാർട്ടിയുമായിട്ട് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നിരിക്കാം. ഫിനാൻഷ്യലി ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ടായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇങ്ങോട്ടായിരിക്കാം. ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധം ഉണ്ടായിട്ടുണ്ടാകാം. അത് ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ ഹെൽപ്പ് ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു അറ്റാച്ച്മെന്റിലായിരിക്കാം നിങ്ങളെ വിട്ടിട്ട് ഈ തേർഡ് പാർട്ടിയുടെ കൂടെ നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ടാവുക. ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജിയിൽ അവർ ഫൈറ്റിംഗ് ആണ്, സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അവരുടെ സ്നേഹബന്ധം സ്റ്റോപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ഈ തേർഡ് പാർട്ടിയിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണ് സാധിക്കുന്നില്ല. ഓക്കെ, അതിന് റീസൺ അവർ തമ്മിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഓവറോൾ ഡെക്ക് വന്നിട്ടുള്ളത് ഫോർ ഓഫ് കപ്സ് ആണ്. ഈ കാർഡ് പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം ഇപ്പോഴും ഉള്ളിൽ തന്നെ വെച്ചിരിക്കുകയാണ് അവര്. വേറെ സ്നേഹം വരുമ്പോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സ്നേഹം വെച്ച് നീട്ടുമ്പോൾ ആ സ്നേഹം അവർക്കത് വേണ്ട ഇപ്പം. കാരണം ആ ഒരു ഫേസ് അവർ കണ്ടു. അതായത് നിങ്ങളെയും അവരെയും വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടാകാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ.
അത് തേർഡ് പാർട്ടിയിൽ നിന്നും കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കാം ആ ഒരു കമ്പാരിസൺ വന്നിട്ടുണ്ടാകും. അതിൽ നിന്നും അവര് മനസ്സിലാക്കിയിട്ടുണ്ടാകും നിങ്ങളായിരിക്കും ബെറ്റർ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോലെ ആ ഒരു പേഴ്സൺ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. കിട്ടുന്നത് വരെ, നിങ്ങളുടെ പേഴ്സണ് കിട്ടുന്നത് വരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾക്ക് അറിയുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിന്റെ മുൻപേ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ കൂടെ പഠിച്ചതോ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. പല കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എടുത്ത്, ഈ ഒരു തേർഡ് പേഴ്സന്റെ അടുത്ത് നിങ്ങളുടെ വ്യക്തി ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അത്രയ്ക്കും സ്വരചേർച്ചയിലല്ല അവരിപ്പോൾ ഉള്ളത്. മൂൺ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ആദ്യമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാകാം, നിങ്ങളുടെ പല കാര്യങ്ങളും ആ ഒരു തേർഡ് പാർട്ടി എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാകാം. അത് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും, അതായത് കുറ്റമാണെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളാണെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പം അവരുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ, അവരുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും തേർഡ് പാർട്ടിയിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പേടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിനെ അലട്ടുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ്. ഓക്കെ, ഇവിടെ ഒരു ചീറ്റിംഗ് കാർഡ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളെ ചീറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഈ തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ചീറ്റ് ചെയ്തതായിരിക്കാം. ഓക്കെ, ആ ഒരു ചീറ്റിംഗ് കൊണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ എല്ലാം റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നതും ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് അവർ ആഗ്രഹിക്കുന്നതും. ഏസ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അതിന് സാധിക്കും എന്നുള്ളത്, ആ തേർഡ് പാർട്ടിയിൽ നിന്നും റിമൂവ് ആയിട്ട് വരാൻ അവർക്ക് സാധിക്കും. പക്ഷെ ഇവർക്ക് ഈ ഒരു മൂൺ എനർജി, നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ഒന്ന് മാറി കിട്ടണം. അതായത് അവരിപ്പോൾ പേടിച്ച ഒരു ആൻസൈറ്റിയിലൊക്കെ ഉള്ളത്, ഉത്കണ്ഠയുണ്ട്, അവർക്ക് ഫിയർ ഉണ്ട്, പേടിയുണ്ട്. അപ്പം ഈ ഒരു എനർജിയിൽ നിന്നും അവർ മൂവ് ഓൺ ആയിട്ട് എപ്പോൾ വരുന്നോ ആ ഒരു സമയത്ത് മുതൽ അവർ പൂർണ്ണമായിട്ട് മനസ്സിൽ ഡിസിഷൻ എടുക്കും തേർഡ് പാർട്ടിയെ വേണ്ട എന്നുള്ളത്. ഇപ്പം അവർക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ചിലപ്പം ഈ ഒരു തേർഡ് പാർട്ടി ഇമോഷണലി ഒക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടാകാം, ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ അവിടെ നിന്ന് പോകേണ്ട ഒരു സിറ്റുവേഷൻ, ഒരു കമ്മിറ്റ്മെന്റ് എന്തായാലും അവർ തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധം ഇവിടെ കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് ആണ്. ഒരു ബോധം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തായാലും ഉണ്ട്, ഈ തേർഡ് പേഴ്സൺ നല്ലതല്ല, എങ്ങനെയായാലും ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നുള്ളൊരു വിചാരം എന്തായാലും ഇപ്പം നിങ്ങളുടെ പേഴ്സണ് ഉണ്ട്. ഇവിടെ നിങ്ങളോടുള്ള സ്നേഹം ഉള്ളിൽ വെച്ചിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അവർക്കിപ്പം അവരെ അഭിനയിക്കുമായിരിക്കാം ചില സമയത്ത് തേർഡ് പാർട്ടി എടുത്ത് വെറുതെ അഭിനയിക്കുന്നതായിരിക്കാം. പക്ഷെ നിങ്ങളോടുള്ള സ്നേഹമാണ് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. കുറ്റബോധമുണ്ട് അവർക്ക്, നല്ല രീതിക്ക് കുറ്റബോധമുണ്ട്. രാത്രിയിൽ ഉറക്കം വരാത്തൊരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് ആലോചിക്കുന്നുണ്ട്, എല്ലാം റിയലൈസ് ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സമയമെടുക്കും എന്നുള്ളതാണ് അവരുടെ ആ ഒരു ചേഞ്ച്, ആ ഒരു നെഗറ്റീവ് എനർജി ഒന്ന് മാറി കിട്ടാൻ വേണ്ടി, ആ മൂൺ എനർജി ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ മൂൺ കാർഡിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഏസ് ഓഫ് വാൻഡ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. വിക്ടറി കാർഡാണത്. അതൊരു സന്തോഷത്തോടെയുള്ള ഒരു വിക്ടറി കാർഡ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു കുറച്ച് ടൈം എടുക്കും എന്നേ ഉള്ളൂ. നിങ്ങളുടെ പേഴ്സൺ തന്നെ അതിലേക്ക് ഓക്കെ ആയിട്ട് വരണം. തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്താൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ആകുമ്പോൾ അവർ ആ ഒരു ഡിസിഷൻ എടുക്കത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.